I really appreciate that. And so, here, Zumba session provide ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. We'll keep it very short. ഞാൻ just ഒരു small brief ഒരു introduction about me. എൻ്റെ പേര് ഡിറ്റ എന്നാണ്. കേക്കിന് മൈക്ക് വേണമായിരുന്നു, അത് കാറിന് ശരിയാണ്. പിന്നെ ഡിറ്റയുടെ സുംബ എവിടെയാണ് കറക്റ്റ് ഏതനുസരിച്ചില്ല പിള്ളേരാണ് ഓടിയിട്ട് ചമ്മ ആർമായിക്കും പിന്നെ നീ എന്തിനു പറഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നീ എന്തിനും പറ. ഇതാണ് പരിപാടി. ബാലസംഘം ചാലക്കുടി ഏരിയ ചൂടിനോട്ട് വേണ്ടിയിട്ട് ഇവിടെ എന്നിട്ട് തന്നെ പൊള്ളുണ്ട്. വലിയ ടെൻഷനാണ് വേണ്ടിയിട്ട് ഒന്നും കേൾക്കണ്ടാവില്ല. നമ്മുടെ ഈ ക്യാമ്പിലേക്ക് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിത്വം എത്തിയിട്ടുണ്ട്. ഇന്ന് വളരെ തരംഗമായി മാറുന്ന ഇവർക്ക് ആരോഗ്യ രംഗത്ത്, ആരോഗ്യ ബോധവൽക്കരണ രംഗത്ത്, ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ആ സൂംബ ഡാൻസിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരുപക്ഷെ ഓൺലൈനിൽ വിദേശത്തുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഏറ്റവും മികച്ച ഏറ്റവും മികച്ച കാറ്റഗറി വ്യക്തിത്വമാണ് ഇന്ന് നമുക്ക് എത്തിയിട്ടുള്ളത്. അവരെ നമുക്ക് ഈ ഒരു ചെറിയ സമയത്ത് പരിചയപ്പെടുത്ത അവര് കൃത്യസമയത്തോടെ എത്തിയിട്ടുണ്ട്. ദമ്പതികൾ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ക്യാമ്പിൽ കൂടി ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. ഒരു ഫോട്ടോ സെഷൻ അറിയപ്പെടുന്ന വളരെ നിങ്ങളുടെ പെർഫോമൻസ് മനസ്സിലാവും. അസാമാന്യമായ പെർഫോമൻസ് ആണ് ഇത്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പാരസെന്റിന്റെ ഗ്രൂപ്പ് വിളിച്ച് ഒരു ദിവസം പാരസെന്റ് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് സിനിമ ഡാൻസ് ഒരു മൊബൈലും ഒരു ചെറിയ ബോക്സ് മതി. നിങ്ങൾ അത് വിസിറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടികളെ അടുത്ത ദിവസം ചോദിക്കും. ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. Okay, so first of all, thank you so much for inviting me. Last week call ആയിരുന്നു, but it really means a lot. Last minute ആയാലും എന്നെ തന്നെ ഓർത്ത് വിളിച്ചതിന് I really appreciate that. And so here, Zumba session provide ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. We'll keep it very short. ഞാൻ just ഒരു small brief ഒരു introduction about me. എൻ്റെ പേര് ഡിറ്റ എന്നാണ്. And fitness have been with me for a really long time. അറൗണ്ട് ഒരു തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാനൊരു ഫിറ്റ്നസ് വേൾഡിലേക്ക് വരുന്നത്. ഐ സ്റ്റാർട്ടഡ് വിത്ത് കരാട്ടെ. ഒരു 7 to 8 years ഐ ഹാവ് ഡൺ വിത്ത് കരാട്ടെ. ഒരു 10th ആയിട്ടാണ് ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് ചെയ്യുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഐ ഡിഡ് ക്ലാസിക്കൽ ഡാൻസ് ആസ് വെൽ. ഭരതനാട്യം ആയിരുന്നു. സോ കരാട്ടെ ആൻഡ് ക്ലാസിക്കൽ ഡാൻസ് രണ്ടും കൂടി ഐ ഹാവ് ലേൺ എ ലോട്ട്, ലൈക്ക് ഡിസിപ്ലിൻ, സ്ട്രെങ്ത്, ഒരു കൺസിസ്റ്റൻസി ആൻഡ് കോൺഫിഡൻസ് ആസ് വെൽ. ലൈക്ക് ഇങ്ങനെ ഇത്രയും പിള്ളേരുടെ മുന്നിൽ നിന്ന് ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഐ ഫീൽ വെരി ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ആസ് വെൽ. സോ വാട്ട് ഐ വാണ്ട് ടു സേ, ലൈക്ക് ഒരു ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പോൾ മൂവ് യുവർ ബോഡി. ലൈക്ക് നിങ്ങൾ 3 നേരം ഫുഡ് കഴിക്കണ പോലെ തന്നെ ഈ ഒരു എക്സസൈസ്, ഒരു വർക്കൗട്ട്, അതിപ്പോൾ ഡാൻസ് തന്നെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണോ എന്നല്ല, യു ഷുഡ് ഓൾവേസ് മൂവ് യുവർ ബോഡി. അതിപ്പോൾ വാക്കിംഗ് ചെയ്യാം, സൈക്കിൾ ചെയ്യാം, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. സോ വാട്ട് എവർ യു ഡു ഇൻ എ ഡേ, അറ്റ്ലീസ്റ്റ് 20-30 minutes ഒരു വർക്കൗട്ടിനോ അല്ലെങ്കിൽ ഫോർ സം ഗെയിംസ് ഓർ എനിത്തിങ് യു ഷുഡ് ഇൻവോൾവ് ഇൻ ദാറ്റ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ബോഡിക്ക് ആ മൂമെൻറ്റ് എല്ലാ ദിവസവും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ലൈക്ക് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. അത് ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്ത് ആയാലും ഒത്തിരി ഏജ് കഴിയുമ്പോഴായാലും യു വിൽ ബി ഏബിൾ ടു ഡു എവറിത്തിങ്. ഇപ്പോഴത്തെ ലൈക്ക് എക്സസൈസ് ചെയ്യാത്തവർക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. സോ വാട്ട് എവർ യു ഡു, വെറെവർ യു ആർ, എത്രമാത്രം വർക്കും സ്റ്റഡീസും കാര്യങ്ങളുണ്ടെങ്കിൽ വർക്കൗട്ട് ഓർ ആൻ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാം. So without further ado,
We'll start? Yes? ഓരോ മ്യൂസിക്കിനും അനുയോജ്യമായ സ്റ്റെപ്സാണ്. നമുക്കൊരു സ്റ്റെപ്പ് പോലും അതൊരു ഓരടിക്കുന്ന സ്റ്റെപ്പല്ല. ഇത്രയും നന്നായി അത് ഒരു ഹോംവർക്ക് ചെയ്താണ് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഈ പരിപാടി അവതരിപ്പിച്ചത്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഇങ്ങനെ പ്രോഗ്രാം വെക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ വ്യക്തിത്വം പ്രിയപ്പെട്ട ഞാൻ മറ്റു പല വ്യക്തിത്വങ്ങൾക്കും അവരുടെ സംഘാടകർക്ക് ഇവരുടെ പേരുകൾ കൊടുക്കാറുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇനിയും ഈ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇനിയും അറിയപ്പെടുന്ന വ്യക്തിത്വമായി പ്രിയപ്പെട്ട വിദ്യ മാറും എന്നുള്ളതാണ് ഓർമ്മയായിട്ട്. അവരൊക്കെ ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു. എനിക്ക് വളരെ അടുത്തുള്ള ടീച്ചറാണ്. അവരുടെ മകളാണ്, മകനും മകളാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസ് വിളിച്ചപ്പോൾ വരാം, എനിക്ക് ഒഴിവുണ്ട്, ഞാൻ വരാം. ഇപ്പൊ ചിലരൊക്കെ പറയാം എനിക്ക് ആ പരിപാടിയാണ്, എനിക്ക് ഈ പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചില ആളുകൾ പരിപാടികൾ എന്നോട് പറഞ്ഞത് ഷോർട്ട് നോട്ടീസ് വിളിക്കും. വേറെ കിട്ടാതെ അപ്പോൾ ഞാൻ വരാം, ഒഴിവിട്ട് വരാം എന്ന് പറയുന്നത് അത് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി പകർത്തു കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇവരിൽ ഞാൻ കണ്ട അവർക്ക് നിശ്ചയമായി വലിയ വളർച്ചയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ ആ സ്വഭാവത്തിലെ മഹിമയാണ്. വിശുദ്ധ ബൈബിളില് മത്തായിയുടെ സുവിശേഷത്തിൽ മനോഹരമായ വാക്യമുണ്ട്. ആ വാക്യമാണ് നിങ്ങൾ എത്രമാത്രം ഉന്നതരാകുന്നുവോ അത്രമാത്രം വിനീതരാകണം. നിങ്ങൾ എത്രമാത്രം ഉന്നതരാകുന്നുവോ അത്രമാത്രം വിനീതരാകണം. ആ വാക്ക് അന്നത്രമാത്രം വ്യക്തിത്വമാണ് പ്രിയപ്പെട്ടത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഭാഷത്തിന്റെ ഈ ലീഡേഴ്സിന് വളരെ സന്തോഷമാകുന്നത് അവിസ്മരണീയമായ ഒരു ക്ലാസ്സായിരുന്നു നമ്മളെ പഠിപ്പിച്ചത്. വളരെയധികം എൻജോയ് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു ഈ 2 ദിവസത്തെ പ്രോഗ്രാമിൽ കുട്ടികൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ഡിറ്റയ്ക്ക് നമുക്ക് നല്ലൊരു കഴിവ് കൊടുക്കണം. ഞാൻ സാധാരണ ഡാൻസ് കളിക്കാത്ത ഒരാളാണ്, എന്താ പറയുക, തമാശകളും ഡാൻസ് കളിക്കാത്ത ആളാണ്. പക്ഷേ തുമ്പാന്ന് പറഞ്ഞ താളത്തിൽ ഞാനും അതെൻ്റെ ആ ഒരു ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് ഏതായാലും തുമ്പ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഭാഷണത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ഏതായാലും എൻ്റെ കമ്മ്യൂണിറ്റീസും മറ്റുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് ഇരിക്കേണ്ട പ്രോഗ്രാം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കാരണം വേറെ നമുക്ക് ഇത്രയധികം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കിട്ടുന്നതിന് തുല്യമാണ്. താങ്ക് യു ഡിറ്റ. അതുപോലെ താങ്ക് യു ഈ എൻ്റെ ഈ പാർട്ടി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കമ്മിറ്റി ഫോർ ഭാരത്. ഏറ്റവും
കയ്യടി പോരാ. അടുത്താണ് ബോയ്സിന് ഭാഗത്തുനിന്ന് പ്രിയമുള്ളവരെ, എന്തായാലും ഈ 2 ദിവസം തന്നെയാണ് മറ്റു കൂട്ടുകാരെ സൂചിപ്പിച്ചതുപോലെ വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു ഫുട്ബോൾ ഡാൻസ്. പ്രത്യേകിച്ച് ഇന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സ്കൂളുകളിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ സ്കൂളുകളിലും രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും സുംബ അവതരിപ്പിക്കണമെന്ന് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. പത്രത്തിൽ നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് നമുക്ക് എൻജോയ്മെന്റ് മാത്രമല്ല, നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു സുഖവും മറ്റു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കായിക അഭ്യാസമാണ് സുംബ. അത് എല്ലാവരും അത് ആസ്വദിച്ചു എന്നുള്ളതാണ്. ഞാനും ബാക്കിൽ വളരെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഞാൻ ഇതുവരെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് മൊത്തത്തിൽ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്മേഷങ്ങൾ വരുന്നതും വരും കാലഘട്ടങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ മറ്റേ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒന്നാണ്. എനിക്കത് ഗംഭീരമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരൻ കായിക അഭ്യാസങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു കലയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് ഇത് സുംബ എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമായിട്ട് നടക്കുന്ന ഒരു ഐറ്റമാണ്. അവരുടെ വിനോദങ്ങളിൽ അവരുടെ കായിക വിനോദങ്ങളിൽ ഉൾപ്പെടെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും വളരെ വേദന അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ചെറിയ ചെറിയ പിന്നെ അഭ്യാസങ്ങളിലൂടെ വലിയ മാനസികമായ ഉന്മേഷങ്ങളൊക്കെ വരുന്ന ഒരു കലയായിട്ട് മാറിയിട്ടുള്ളതുകൊണ്ട് അവരെല്ലാവരും അഭ്യസിക്കണം. മാനസികവും ശാരീരികവുമായിട്ടുള്ള പിന്നെ ബുദ്ധിപരമായിട്ടുള്ള വികാസം കുട്ടികൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ലക്ഷ്യം കൊടുക്കുന്നതിനും മാത്രമല്ല ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞത്. അത്തരത്തിൽ നമുക്ക് തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓൺലൈനായി പഠിക്കാൻ അല്ലെങ്കിൽ തന്നെ യൂട്യൂബിലും ഒക്കെ വളരെ സുലഭമാണ്. അപ്പൊ എല്ലാവരും ഇത് ശേഷം ഇത് കണ്ടിന്യൂസ് ഉണ്ടാകും. എല്ലാവർക്കും സെഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു. റിയലി ഐ എൻജോയ് ബിക്കോസ് എന്നെ കൂടുതൽ എല്ലാവരും നല്ല എനർജി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എന്തെങ്കിലും വോയിസിനെ വിട്ട് ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി എനർജി. നിങ്ങളുടെ എനർജി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഫുള്ളി ടൈം നല്ല എൻജോയ് ചെയ്യാൻ